അവിടെ എന്ത് സംഭവിച്ചിരിക്കും? ഒന്നും അറിയുന്നില്ല. ദയവ് ചെയ്ത് പറഞ്ഞാലും പരംപിതാവേ, അദ്ദേഹം എവിടെയാണ്? ഏത് സ്ഥിതിയിലാണ്? എന്താണ് സ്ഥിതി പരംപിതാവേ? ദയനീയ സ്ഥിതിയാണ് ദേവി. അപ്പോൾ എന്റെ വ്യാകുലത ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണോ? അതെ, നിനക്ക് മാത്രമല്ല, എനിക്കും കൂടി. നിന്റെ പതി ദേവരാജൻ ഇന്ദ്രനും എന്റെ മാനസപുത്രൻ നാരദനും മറ്റു ദേവഗണങ്ങളും എല്ലാവരും ഈ സമയം ലോഹപുരത്തിൽ ബന്ധനത്തിലാണ്. ബന്ധനത്തിലെന്നോ? ലോഹപുരത്തിൽ? അപ്പോൾ എന്ത് ചെയ്യും പരംപിതാവേ? എന്തുപായമാണുള്ളത് അവരെ മുക്തരാക്കാൻ? ഉപായം ഭഗവാൻ ശിവശങ്കരനല്ലാതെ മറ്റാർക്കാണ് അറിയുക? അദ്ദേഹം രക്ഷിക്കും എല്ലാവരെയും. എന്നാൽ നമുക്ക് പോകാം പരംപിതാവേ, നമുക്ക് കൈലാസത്തിലേക്ക് പോകാം. അത്ഭുതം! ബ്രഹ്മദേവനും ഇന്ദ്രാണിയും പലതവണ കൈലാസത്തിൽ വന്നിട്ടുണ്ട്. ഇന്ദ്രാണി എപ്പോഴും ദേവരാജനൊത്തും, ബ്രഹ്മദേവൻ സദാ ദേവരാജനും ദേവന്മാരുമൊത്തും വരാറുള്ളതാണല്ലോ. ഇതാദ്യമായാണ് ഇരുവരും മാത്രമായി വരുന്നത്. എല്ലാം മംഗളമല്ലേ? അല്ല ദേവേശ്വര, അല്ല. സൗഖ്യവുമില്ല, മംഗളവുമില്ല. ഞാൻ പതിവിയോഗത്താലും ബ്രഹ്മദേവൻ പുത്രവിയോഗത്താലും പീഡിതരാണ്. യോഗം? അപ്പോൾ നിങ്ങൾ യോഗം ഇച്ഛിക്കുന്നു? സ്വാഭാവികമാണത് വിശ്വനാഥ. ആ ദുഷ്ട അസുരന്മാർ, നാരദൻ, ദേവരാജൻ, ദേവഗണങ്ങൾ ഇവരെയെല്ലാം ലോഹപുരത്തിലെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുന്നു. പക്ഷേ ബ്രഹ്മദേവ, അവർക്ക് ലോഹപുരത്തിൽ പോകേണ്ട ആവശ്യം എന്തായിരുന്നു? അവരെന്തിനാണ് അവിടെ പോയത്? ജിജ്ഞാസ നിമിത്തം മഹാദേവി, ജിജ്ഞാസ നിമിത്തം. അവർ ത്രിപുരങ്ങളെക്കുറിച്ചുള്ള അത്ഭുത വാർത്തകൾ കേട്ട് അവയുടെ മഹിമ കാണാൻ പോയതായിരുന്നു. ദേവർഷി നാരദൻ അവിടെ പോയത് കേവലം അവയുടെ മഹിമ അറിയാൻ മാത്രമായിരിക്കില്ല. തീർച്ചയായും തന്റെ ലീലകൾ രചിക്കാൻ പോയതാകും അദ്ദേഹം. ലീലകൾ വിരചിക്കുക എന്നത് നാരദനാൽ സാധ്യമല്ല മഹാദേവി. നാരദന്റെ ലീലകളും ഭഗവാൻ വിശ്വനാഥന്റെ ഇച്ഛയുടെയും ലീലയുടെയും അംശങ്ങൾ തന്നെ. ദേവാദിദേവ, കൃപ തോന്നി ദേവർഷി നാരദനെയും ദേവരാജനെയും ദേവഗണങ്ങളെയും കാരാഗ്രഹത്തിൽ നിന്നും വിമുക്തരാക്കണം. മുക്തരാക്കാനായി വഴിയൊരുക്കേണ്ടതുണ്ട്. ഞാൻ നൽകിയ വരദാനമനുസരിച്ച് ഇപ്പോൾ അങ്ങയുടെ കരങ്ങളാൽ ആ 3 അസുരന്മാരും സംഹരിക്കപ്പെടേണ്ട സമയമായി ഭഗവാൻ ശിവശങ്കര. ധർമ്മഭ്രഷ്ടരായ ആ താരകപുത്രന്മാരെ സംഹരിക്കുവാൻ കനിവുണ്ടാകണം. ആ ബ്രഹ്മദേവ, യോഗം, വിയോഗം, സംയോഗം മൂന്നും സമാന്തരമായി ചലിക്കുന്നു. അവയുടെ ഗതിയും ദശയും ദിശയും മൂന്നും ഖണ്ഡിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങ് കഴിവതും വേഗം സർവദേവമയം രഥം നിർമ്മിക്കാൻ ഒരുക്കം തുടങ്ങും. തീർച്ചയായും ശിവശങ്കര, തീർച്ചയായും. ഞാൻ ഉടൻ തന്നെ ദേവശില്പി വിശ്വകർമാവിനെ സമീപിച്ച് സർവദൈവമായ രഥം തയ്യാറാക്കുന്നുണ്ട്. അറിയില്ല എന്ത് സ്ഥിതിയിലാകും ദേവരാജൻ. സജിയുടെ ആശങ്ക സത്യമായി ഭവിച്ചു. നമ്മൾ ശത്രുക്കളാൽ ബന്ധനസ്ഥരാക്കപ്പെട്ടു. ഇനിയിപ്പോൾ ഭഗവാൻ ശിവൻ ത്രിപുരങ്ങൾ ഭസ്മമാക്കിയാൽ ഒപ്പം നമ്മളെല്ലാം ഭസ്മമായി പോകും. ഒരു ഉപായം കാണണം ദേവർഷി, ഒരു ഉപായം കാണണം. ദേവരാജ, ധീരത വെടിഞ്ഞാൽ കഷ്ടത്തിന്റെ ആകാരവും ഭാരവും വർദ്ധിക്കുന്നു. പിന്നെ എങ്ങനെ ലഘുവാക്കും ദേവർഷി? വിശ്വാസം, പിന്നെ മാനസിക സന്തുലനവും വഴി ഭഗവാൻ പരമേശ്വരനിൽ വിശ്വാസം അർപ്പിച്ച് നാം നമ്മുടെ ഹൃദയം തുറന്ന് ഭഗവാൻ പരമേശ്വരനെ വിളിച്ചാൽ അദ്ദേഹം നമ്മെ ഈ സങ്കടത്തിൽ നിന്നും കരകയറ്റും. അതെ ദേവർഷി, എനിക്കും അങ്ങനെ തോന്നുന്നു. ഈ സങ്കടാവസ്ഥയിൽ നമ്മൾ ത്രിപുണ്ഡ്രധാരിയെ ശരണം പ്രാപിച്ചാൽ അദ്ദേഹം തീർച്ചയായും നമ്മെ സംരക്ഷിക്കും.
त्रिपुण्ड्रधारी ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ॐ श्री त्रिपुण्ड्रधारी ॐ श्री त्रिपुण्ड्रधारी देवा शरणं नीतरणे देवा शरणं नीतरणे नीतरणे ॐ श्री त्रिपुण्ड्रधारी ॐ श्री त्रिपुण्ड्रधारी ॐ श्री त्रिपुण्ड्रधारी ॐ श्री त्रिपुण्ड्रधारी നിന്നുടെ മായ ലീലകളാലേ നിന്നുടെ മായ ലീലകളാലേ ശിവഭക്തന്മാർ ദുഃഖിതരായി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഭക്തരക്ഷക സുരഗണപാലക അസുരൻ ഞങ്ങളുടെ നാശകനായി ഭക്തരക്ഷക സുരഗണപാലക അസുരൻ ഞങ്ങളുടെ നാശകനായി ദേവഗണങ്ങൾ വ്യാകുലരായി ദേവഗണങ്ങൾ വ്യാകുലരായി ശിവഭക്തന്മാർ ദുഃഖിതരായി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി അസുരഗണങ്ങൾ വേട്ട തുടങ്ങി ദൈത്യഭയത്താൽ പീഡിത ഞങ്ങൾ അസുരഗണങ്ങൾ വേട്ട തുടങ്ങി ദൈത്യഭയത്താൽ പീഡിതർ ഞങ്ങൾ കുണ്ഠിതരല്ലോ സുരഗണമാകെ കുണ്ഠിതരല്ലോ സുരഗണമാകെ ശിവഭക്തന്മാർ ദുഃഖിതരായി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ദേവാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂ ശരണം നൽകൂ ശിവശങ്കര ദേവാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂ ശരണം നൽകൂ ശിവശങ്കര സംസാരാഗ്നിയിൽ തപിപ്പൂ ദേഹം സംസാരാഗ്നിയിൽ തപിപ്പൂ ദേഹം ശിവഭക്തന്മാർ ദുഃഖിതരായി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ദേവാ ശരണം നീതരണേ ദേവാ ശരണം നീതരണേ നീതരണേ ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി ഓം ശ്രീ ത്രിപുണ്ഡ്രധാരി
വിശ്വകർമാവേ, ത്രിലോകനാഥൻ പരമേശ്വരന്റെ ആജ്ഞയാണ് താങ്കൾ സർവദേവമയ രഥം നിർമ്മിക്കണമെന്നത്. ഭഗവാൻ വിശ്വനാഥന്റെ ഇച്ഛ പോലെ. ഓ